ഹലോ. അതെ, ഇന്നലെ ഞാൻ ഒരു സ്പൂൺ ചോറ് കൊണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒപ്പിച്ചെടുത്ത ഒരു സൂപ്പർ ഫുഡിൻ്റെ റെസിപ്പി പറഞ്ഞു തരട്ടെ. വേറെ സംഭവമൊന്നുമില്ല, വളരെ എളുപ്പമാണ്. പെട്ടെന്ന് വായോ പറഞ്ഞുതരാം. അതായത് അതൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്ത് കുറച്ച് ബട്ടർ ഇടുക. ബട്ടർ ഇട്ടിട്ട് കുറച്ച് റേസിൻസും കാഷ്യൂനട്ടും ഇടുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത ശേഷം കുറച്ച് ക്യാരറ്റ്, കുറച്ച് സവാള, ഒരു പകുതി സവാള, ഒരു തക്കാളി, ഒരു 2 പച്ചമുളക്, അതെല്ലാം കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റുക. അതൊന്ന് വഴന്ന് വരുമ്പോൾ ഒരു ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് വഴറ്റി കഴിഞ്ഞാൽ അത് പെട്ടെന്നാകും. അതൊന്ന് വഴന്ന ശേഷം വീണ്ടും ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു ഇച്ചിരി ബട്ടർ വീണ്ടും ഇടുക. ആ ബട്ടർ ഇട്ട ശേഷം കുറച്ച് പൊടികളെന്ന് പറയുമ്പോൾ മുളക് പൊടി, ഇച്ചിരി കുരുമുളക് പൊടി, ഇച്ചിരി മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, അതൊന്ന് ഫ്രൈ ചെയ്ത ശേഷം എപ്പോഴും ഈ മസാലപ്പൊടികളുണ്ടല്ലോ എണ്ണയിൽ ഫ്രൈ ചെയ്ത ശേഷം കുക്ക് ചെയ്താൽ ഭയങ്കര ടേസ്റ്റാണ്, എക്സ്ട്രാ ടേസ്റ്റാണ്. ആ മസാല നമ്മൾ അല്ലാതെ ഫ്രൈ ചെയ്തിട്ട് ഉള്ളിയൊക്കെ വഴറ്റിയ ശേഷം ഫ്രൈ ചെയ്തിട്ട് മസാല പൊടികൾ ഇട്ട് വഴറ്റിയാൽ കിട്ടുന്നതിനേക്കാൾ ടേസ്റ്റ് ഇതിൽ കിട്ടും. ആ പൊടികളൊന്ന് വഴന്ന ശേഷം നമ്മളൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഒരു മുട്ട എന്നല്ല, ഒരു 3-4 മുട്ടയൊക്കെ ഇടാം. ഞാനൊരു മുട്ട ഇട്ടിട്ടുള്ളൂ. ആ മുട്ട ജസ്റ്റ് ഒന്ന് വാടി വന്ന ശേഷം, ഒന്ന് വാടി വന്നാൽ മതി, വാടി വന്നാൽ മതി. അതിലേക്ക് വീണ്ടും കുറച്ച് പനീറാണ് ഞാൻ പിന്നീട് ഇട്ടത്. ആ പനീറും ഒന്ന് ആ മസാലയിൽ ഒന്ന് പുരട്ടി എടുത്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഞാനൊരു സാധനം ഇടാൻ മറന്നുപോയി. വേറൊന്നുമല്ല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാൻ മറന്നുപോയി. അപ്പം ഞാൻ അതിന് വേണ്ടി പൗഡർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. അതും അതിനകത്തിട്ട് ഒരു ഇച്ചിരി വീതം ഇട്ട് അതും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മാറ്റി, ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടോണം കേട്ടോ. അതും കൂടെ ഒന്ന് റെഡിയാക്കി മാറ്റി അങ്ങോട്ട് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് എന്താ വേണ്ടത്, ആ ചോറ് കണ്ടില്ലേ എത്ര ചോറാണ് ഉണ്ടായിരുന്നതെന്ന്, ആ ചോറും കൂടെ നമ്മുടെ വെജിറ്റബിളിലോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വയ്ക്കുക. അത്രയേ ഉള്ളൂ. അതിനകത്ത് നമ്മുടെ ഈ അടിപൊളി സാധനം ഇല്ലേ, നമ്മുടെ കൂട്ട്, മുട്ടയുടെയും പനീറിൻ്റെയും കൂട്ട് അതിനകത്തോട്ടിട്ട് റെഡിയാക്കി അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് ഇവിടെ റെഡിയായി. അവസാനം ഞാൻ ഒരു സാധനം കൂടെ ഇടാൻ മറന്നുപോയി. വേറെന്താ ഒന്നുമല്ല, പച്ചമല്ലി ഇല്ലായിരുന്നു. അപ്പോൾ പച്ചമല്ലി ഇലയുടെ പൗഡർ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ടു, അടിപൊളിയായിട്ട് കഴിച്ചു. സത്യം പറയാലോ, കുറേ കൂട്ടങ്ങൾ വെച്ച് കഴിക്കണേക്കാളും നല്ല അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യൂ. ഓക്കെ, ബൈ.